10-70 സിനിമകളായി, ഓൾമോസ്റ്റ് 70 ഫിലിംസിൻ്റെ ഒരു ക്രക്സിൽ നിൽക്കുമ്പോൾ വന്ന ഒരു സിനിമയാണ്. വളരെ പ്രൗഡായിട്ട് പറയട്ടെ, എൻ്റെ ലൈഫിലെ വലിയൊരു ടേണിംഗ് പോയിൻ്റാണ് തുടരും. അത് കഴിഞ്ഞിട്ട് ഈ വർഷം എനിക്ക് വളരെ നല്ലൊരു ഒരു റണ്ണായിരുന്നു. അത് തുടരുമി തുടങ്ങി. യോധ ഒരു 42 പ്രാവശ്യം കണ്ടിട്ടുള്ള ഒരു ആളാണ് ഞാൻ. യോധയിലെ ഓരോ ബിറ്റും എനിക്കറിയാം. RR ആയാലും ലാലേട്ടൻ്റെ പെർഫോമൻസ്, ജഗതി ചേട്ടൻ്റെ പെർഫോമൻസ്. അപ്പം അങ്ങനെ 70 സിനിമ എടുക്കേണ്ടി വന്നു എനിക്ക് മോഹൻലാലിൻ്റെ ഒരു സിനിമ ചെയ്യാനായിട്ട്. ലാലേട്ട, ഐ എം സോ ഹാപ്പി ഐ കുഡ് ഡു ദിസ്. അതിൽ എല്ലാം ഉണ്ട്. അതായത് നമ്മുടെ ഡ്രീം കോംബോ, ലാലേട്ടൻ, ശോഭന മാം, എല്ലാ മലയാളികളുടെ ഒരു ഡ്രീം കോംബോ. അതിൽ ഒരു ഫാമിലി സോങ് ചെയ്യാൻ പറ്റി. അവരുടെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഡ്രാമ സ്കോർ ചെയ്യാൻ പറ്റി. ഇൻ്റർവെല്ലിൽ അറിയാം. ആൻഡ് എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട എന്താ പറയുക, സെക്കൻഡ് ഹാഫിലെ ആ ഒരു ജയിൽ ഫൈറ്റ്, ആ ജയിൽ ഫൈറ്റിൽ എന്നെ റഷസ് കാണിക്കുമ്പോൾ തന്നെ ആ എന്താ ലാലേട്ടൻ ചാടുന്ന ആ സീക്വൻസ് കണ്ടപ്പോഴേ എന്താ പറയുക, എനിക്ക് കിട്ടിയ ആ രോമാഞ്ചം തിയേറ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അത് എല്ലാവരുടെയും എന്താ സഹകരണത്താൽ എൻ്റെ ഇതിൽ എനിക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടത് എൻ്റെ മൈൻഡ് സ്കോറിലെ ടീമാണ്.